നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ നടുക്കിയ ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇതിനോടകം എല്ലാവരും സംഭവത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുകയും അതിനോടൊപ്പം നമ്മൾ ആ ഒരു ദുഃഖത്തിൽ പങ്കുചേരുന്ന നിമിഷം കൂടിയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിലെ ബൈസരൻ ഹിൽ സ്റ്റേഷനിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു അറ്റാക്ക് TRF എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഈ ലഷ്കർ ഇ ത്വയ്ബയുടെ ഒരു നിഴൽ സംഘടന നടത്തിയ അറ്റാക്കിലാണ് ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇപ്പോൾ ഒരുപാട് കാരണങ്ങൾ നമുക്ക് അതിനു വേണ്ടി എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതായാലും ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലടക്കം യോഗം ചേർന്നിട്ടുണ്ട്. ഇന്ത്യ ഒരു തിരിച്ചടി നൽകും, ആ ഒരു വാർത്തയ്ക്ക് വേണ്ടി തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ കാത്തിരിക്കുന്നത്. പക്ഷെ അത് എപ്പോൾ ഏതൊരു സാഹചര്യത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു അറ്റാക്കിനെ കുറിച്ച് പരിശോധിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമുക്കതിൽ പറയാനായിട്ട് ഉണ്ടാവുക? നിരവധി കാര്യങ്ങളുണ്ട്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് തിരഞ്ഞെടുത്തത്. അതായത് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലില്ലാത്ത ദിവസം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഗൾഫ് സന്ദർശനവുമായി, സൗദി അറേബ്യൻ സന്ദർശനവുമായി യാത്ര തിരിച്ച സമയം, സൗദി അറേബ്യൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി നിർണായകമായ പല കരാറുകളിലേക്കും എത്തിച്ചേരാൻ ശ്രദ്ധയൂന്നിയ ഒരു ദിവസം. അതുപോലെ തന്നെ സമ്മർ വെക്കേഷൻ സമയമാണ്, ഏപ്രിൽ മെയ് മാസമാണ്. കൊടും ചൂടാണ് പല മേഖലകളിലും അനുഭവപ്പെടുന്നത്. ഏവരുടെയും ഡ്രീം ഡെസ്റ്റിനേഷനായി ജമ്മു കാശ്മീർ മാറിയിട്ട് കുറച്ചു കാലമാകുന്നേ ഉള്ളൂ. ഈ സാഹചര്യത്തിലൊക്കെ നിരവധി വിനോദസഞ്ചാരികൾ ജമ്മു കാശ്മീരിലേക്ക് എത്തുമെന്നും ഇക്കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജമ്മു കാശ്മീരിനുണ്ടായിരിക്കുന്ന അഭിവൃദ്ധിയും ടൂറിസം മേഖലയിലുണ്ടായ വളർച്ചയും ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായി നമ്മൾ തന്നെ പല വാർത്തകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്, നമുക്ക് തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ ശാന്തമായി പോകുന്ന സാഹചര്യമൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഇതിനേക്കാളൊക്കെ തന്നെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമായി ഞാൻ മനസ്സിലാക്കുന്നത്, നമുക്ക് ഏറെ വർഷങ്ങളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്കറിയാം മുംബൈ ഭീകരാക്രമണം, ഒരുപക്ഷെ അതിനുശേഷം നമ്മുടെ രാജ്യം ഇത്രയധികം വേദനിച്ച എണ്ണപ്പെട്ട സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. 2008 അത് സംഭവിച്ചു. അതിനുശേഷം പുൽവാമ, അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാൻ പറ്റുന്നതല്ല. 40-ലധികം നമ്മുടെ സൈനികരെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതിനുള്ള തിരിച്ചടിയൊക്കെ എങ്ങനെ കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തമായി പാകിസ്ഥാൻ അറിയാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് സമാനമായി തന്നെ വേദന ഉയർത്തുന്നതാണ്. ഇനി ഇങ്ങനെ ഒരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാകില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടില്ല എന്നൊരു ഒരു തരുമ്പ് പ്രതീക്ഷയെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കാനും, അതിനിടയിൽ തന്നെ ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനായിട്ടുള്ള താഹാവൂർ റാണ ഇപ്പോൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. നമുക്കറിയാം വർഷങ്ങളായി അമേരിക്കയുമായിട്ടുള്ള നിയമ പോരാട്ടത്തിനൊടുവിലാണ് നമുക്ക് റാണയെ തിരിച്ച് കിട്ടാനായി സാധിച്ചിട്ടുണ്ടായിരുന്നത്. റാണയെ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ തന്നെ ഇന്ത്യയിലൊക്കെ വലിയ തോതിലുള്ള അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ അനുസരിച്ചുകൊണ്ട് ഭീകരാക്രമണ സാധ്യത പല മേഖലകളിലുണ്ട്, ദില്ലിയിലടക്കം സംഭവിക്കുമെന്ന ഒരു സൂചന ഉണ്ടായിരുന്നു. NIA ഓഫീസടക്കം കനത്ത സുരക്ഷാ വലയത്തിലാക്കിയതൊക്കെ നമുക്ക് ഓർമ്മയുള്ളൊരു വിഷയമാണ്. എന്നാൽ ഇപ്പോൾ റാണയെ ചോദ്യം ചെയ്യുമ്പോൾ പലവിധ വിവരങ്ങൾ പുറത്തു വരികയാണ്. റാണയെ കൂടാതെ റാണയുടെ പങ്കാളിയെ എന്ത് ചെയ്യുന്നു? ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു, ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള സൂചനകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. ഇതിൻ്റെ ഒരു അസ്വസ്ഥത കൂടി ഇതിനിടയിൽ അലയടിച്ചിട്ടുണ്ടെന്നുള്ള സംശയം സ്വാഭാവികമായും എനിക്കുണ്ടാകുന്നുണ്ട്. ഇതുപോലെ തന്നെ പലരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. കാരണം അന്ന് റാണയെ ഇന്ത്യയിൽ എത്തിച്ച സാഹചര്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഇന്ത്യയിൽ എന്തും സംഭവിക്കാം, അസ്വസ്ഥപ്പെടുത്തുന്ന എന്ത് സംഭവങ്ങളും അരങ്ങേറിയേക്കാം. അതായത് ഇന്ത്യയെ ഭയപ്പെടുത്തുക, ഇന്ത്യയെ ഒരു മുന്നറിയിപ്പ് നൽകുക, ഇന്ത്യയിൽ വീണ്ടും ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക, ജനങ്ങൾക്കിടയിൽ മതവർഗീയത കുത്തിവെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ലക്ഷ്യം ഇനിയും ഉണ്ടാകുമെന്ന സൂചന ഉണ്ടായിരുന്നു. അതിൻ്റെ വ്യക്തമായൊരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഇപ്പോൾ ലഷ്കർ ഇ തയ്ബയുടെ അതുപോലെ ISIയുടെ സ്പോൺസേഡ് ആയിട്ടുള്ള ഈ അറ്റാക്കിൽ പറയേണ്ടത്. TRF എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ജമ്മു കാശ്മീർ മേഖലയിൽ പല തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഷ്കർ ഇ തയ്ബയിൽ നിന്നും മാറിയ ഒരു ഗ്രൂപ്പ് സംഘമാണ് ലഷ്കർ ഇ തയ്ബ. ലഷ്കർ തന്നെയാണവർ, പാകിസ്ഥാൻ ഭീകരർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടിവരയിട്ട് പറയുന്നു, പാകിസ്ഥാൻ്റെ ഭീകര പ്രവർത്തനം തന്നെയാണ്. അവരുടെ കയ്യിലേന്തിയ തോക്കൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ സപ്ലൈ ചെയ്യുന്ന, ISI കൊടുക്കുന്ന, പാകിസ്ഥാൻ സൈന്യം പരിശീലനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർ ഇത്രയും കാലം ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു മേഖല, ഈ പഹൽഗാമിലെ ബൈസരൻ വാലി എന്ന് പറയുമ്പോൾ, ഈ ബൈസരൻ വാലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ആ കശ്മീരിൽ പോകുന്ന, ദാൽ തടാകത്തിൽ പോകുന്നവരായിരുന്നാലും, ശ്രീനഗറിലെത്തി മറ്റ് സ്പോട്ടുകൾ, സൈറ്റ് വ്യൂയിങ് സ്ഥലങ്ങളിലേക്ക് പോകുന്ന ആൾക്കാരായിരുന്നാലും, വിനോദസഞ്ചാരികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്ഥലമാണ് മിനി സ്വിറ്റ്സർലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അതിനൊരു കാരണം കൂടിയുണ്ട്. എനിക്ക് ഒരു പക്ഷേ അതിനോട് ഉപമിക്കാൻ പറ്റുന്നത് കേരളത്തിലെ വാഗമണ്ണിനെയാണ്.
വാഗമൺ നമുക്കറിയാവുന്നതാണ്. നല്ല ക്ലൈമറ്റാണ്, മൊട്ടക്കുന്നുകളാണ്, പച്ച വിരിച്ച താഴ്വരകളാണ്, അതിൻ്റെ ചുറ്റുമായി പൈൻ വാലികളാണുള്ളത്. അപ്പോൾ വളരെ മനോഹരമായ സ്ഥലം, നല്ലൊരു അന്തരീക്ഷം. അതുപോലെ ട്രക്കിംഗ് ആണ്, അതായത് ഏകദേശം ഒരു 5 കിലോമീറ്ററിനടുത്ത് നടന്നാണ് കയറേണ്ടത്. അതല്ലെങ്കിൽ പിന്നെ അവിടെ ഉള്ളത് ഇതാണ്, കുതിര സവാരിയാണ്. അല്ലാതെ അവിടേക്ക് വാഹനങ്ങളിലൂടെ എത്താനായി സാധിക്കത്തില്ല. അപ്പോൾ അങ്ങനെ മനോഹരമായൊരു മേഖല, ട്രക്കിംഗ് നടത്തി എത്തുക, അതിനുശേഷം അവിടെയൊക്കെ കാണുക, സൈറ്റ് സീയിങ്, ഫോട്ടോ എടുക്കുക, പിന്നീട് തിരിച്ചു വരിക. ഇനി മഞ്ഞ് മൂടി കിടക്കുന്ന സമയമാണെങ്കിൽ, പ്രത്യേകിച്ച് ഏറ്റവും അധികം ആൾക്കാർ എത്തിച്ചേരുന്ന ഒരു സമയം എന്ന് പറയുമ്പോൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസമാണ്. അതായത് മഞ്ഞ് പുതച്ച് കിടക്കുന്ന ഈ പച്ച താഴ്വര ആ സമയങ്ങളിലൊക്കെ സ്വർഗം പോലാകും. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു മേഖലയാണ്. അങ്ങനെ ഒരു സ്വർഗ്ഗഭൂമിയാണെന്ന് ചോരക്കളമായി മാറിയത്. അതിൻ്റെ നടുക്കുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇതിനോടകം തന്നെ പുറത്തു വന്നു. ഇന്നലെ തന്നെ ഈ വാർത്ത ആദ്യം വന്നപ്പോൾ തുടക്കത്തിൽ 1 മരണമെന്ന് പറഞ്ഞു, പിന്നീട് 2 മരണമായി, 5 മരണമായി, 10 മരണമായി, പിന്നീട് 10, 15, 20, 25 ആയി പോകുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് മനസ്സിലാകുന്നത്. സാധാരണഗതിയിൽ സൈന്യവുമായി ഏറ്റുമുട്ടൽ അവിടെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു തോത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഭീകരരുടെ ഇതുപോലുള്ള ഭീകരാക്രമണങ്ങളുടെ എണ്ണവും അതിലെ കാഷ്വാലിറ്റീസും ആളപായവും വളരെ വലിയ തോതിൽ തന്നെ കുറയുന്നുണ്ട്. സിവിലിയൻസിന് നേരെ മുമ്പ് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സിവിലിയൻസിന് നേരെയുള്ള അറ്റാക്കുകൾ കുറയുന്നുണ്ടായിരുന്നു. ഈ അടുത്ത 2-3 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ, പ്രത്യേകിച്ചും ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഭീകരർക്ക് വലിയ രീതിയിൽ അവിടെ വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. നേരത്തെ പോലെ ഭീകരർക്ക് അഭയം നൽകി കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഭീകരരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കശ്മീരിൽ പ്രത്യേകിച്ച് നടത്താൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവരുടെ കളികളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് ഈ വനമേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളും പദ്ധതികളും ഒക്കെ തന്നെ ആസൂത്രണം ചെയ്യുന്നത്. അതിൻ്റെ ഒരു വ്യക്തമായ ചിത്രമാണ് നമുക്കിവിടെ കാണാനും സാധിച്ചത്. നേരത്തെ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടൽ പല മേഖലകളിലും നടക്കാറുണ്ട്. നമ്മുടെ സൈനികർക്ക് പരിക്ക് പറ്റുന്ന സംഭവങ്ങൾ വരാറുണ്ട്. ഇടയ്ക്ക് 1-2 സൈനികർ വീരമൃത്യു വരിച്ച ഒരു വാർത്ത വന്നിരുന്നത്. ഏകദേശം 5ഓളം സൈനികരാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് ഈ ഭീകരാക്രമണത്തിനിടയിൽ, അതായത് ഏറ്റുമുട്ടലിനിടയിൽ. പക്ഷേ ഭീകരരെ ഒക്കെ തന്നെ ഒന്നുകിൽ കൊലപ്പെടുത്തും അല്ലെങ്കിൽ പിടികൂടും. ഈ രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ജമ്മു കാശ്മീർ പോലീസായിരുന്നാലും സൈന്യമായിരുന്നാലും വളരെ സംയുക്തമായി തന്നെയാണ് ഈ ഓപ്പറേഷനിലൊക്കെ തന്നെ ഇടപെടാറുള്ളത്. ജനങ്ങളും വലിയ തോതിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. അവർക്കും ഭീകരരുടെ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ പോലീസിനെ വിളിച്ചറിയിക്കാനും ജനപ്രതിനിധികളെ അറിയിക്കാനും ഒക്കെ തന്നെ വലിയ ഉത്സാഹം തന്നെയാണ്. കാര്യം അവരുടെ മണ്ണിൽ ഇനി ഭീകരത വേണ്ട എന്ന് ജമ്മു കാശ്മീരിലെ ജനത തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് അവിടെ വീണ്ടും ഒരു അസ്ഥിരത സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രശ്നമുണ്ടാക്കി. കശ്മീരിലെ വിഷയമെന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിലൊരു വിഷയം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയത്. ഈ പറയുന്ന ബൈസൺ വാലി എന്ന് പറയുമ്പോൾ അതിന് മുകളിൽ ഈ പൈൻ ഫോറസ്റ്റ് ആണ്. ഈ കാട്ടിനുള്ളിൽ നിന്നാണ് ഈ തീവ്രവാദികൾ ഇറങ്ങി വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം അവർക്ക് വളരെ വേഗത്തിൽ ഒളിച്ച് ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാധനം. ഒരു കാര്യം തീർത്ത് പറയുകയാണ്, ഇതൊരിക്കലും ഒരു ഭൂഷണമല്ല. അവർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല. ഏറ്റവും ഹീനമായിട്ടുള്ള, ഏറ്റവും നാണം കെട്ട, ഇത്രയധികം ഭീരുക്കളായിട്ടുള്ള തീവ്രവാദികളാണോ ലഷ്കറിൻ്റെ കൈവശമുള്ളതെന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിരായുധരായിട്ടുള്ള സാധാരണ നിരപരാധികളായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കുക, അതും തെരഞ്ഞു പിടിച്ച് നിറയൊഴിക്കുക എന്ന് പറയുന്നത്. ഇവിടെ കൊല്ലപ്പെട്ടതിൽ കൂടുതൽ പുരുഷന്മാർ, ഇതുവരെയായിട്ടും പുരുഷന്മാരാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതിൽ കൃത്യമായിട്ട് അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള്, അവരുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കം മൊഴി നൽകുമ്പോൾ പറഞ്ഞിരുന്നു. അവരെ കൂടി കൊല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു സ്ത്രീ പറയുന്നുണ്ട്, ഇത് പോയി മോദിയോട് പറഞ്ഞിട്ടാണ് അവരെ അവിടെ നിന്ന് വിടുന്നത്. മാത്രമല്ല പേര് ചോദിച്ചിട്ട്, കൃത്യമായിട്ട് നമുക്കറിയാം പേരിലൊരു മതമുണ്ട് എന്നുള്ളത്. കൃത്യമായിട്ട് പേര് ചോദിച്ച് ഇന്ന മതത്തിലുള്ള ആളാണെന്ന് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നിറയെ ഒഴിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ഖുറാനിലെ പല സൂക്തങ്ങളൊക്കെ ചൊല്ലാൻ പറഞ്ഞു എന്നാണ് ഒരു സ്ത്രീ അവർ മൊഴി ഈ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല അടിവസ്ത്രമടക്കം ഊരി പരിശോധിച്ചു. അതിനുശേഷമാണ് അവർ കൊലപ്പെടുത്തിയിരിക്കുന്നത്. വളരെ നീചമായി, അതിലേറെ ഒരു മൊട്ടുസൂചി പോലും കയ്യിൽ കരുതാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ ഈ ഒരു അറ്റാക്ക് നടത്തിയിട്ട് അവർ വലിയ വീരവാദം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നാണ് നമുക്കൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ തോന്നുന്നത്. ഏറ്റവും അധികം ഭീരുത്വം നിറഞ്ഞൊരു ആക്രമണമായി തന്നെയാണ് ഇതിനെ നോക്കി കാണുന്നത്. ഉറപ്പായിട്ടും ഇതിനുള്ള തിരിച്ചടി അത് വളരെ വേഗത്തിൽ തന്നെ കിട്ടും. അതൊരിക്കലും വൈകിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു കാരണവശാലും അവർ കരുതേണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഏറ്റവും ചങ്കിടുപ്പ് ഈ സാഹചര്യത്തിൽ ഉണ്ടായിരിക്കുന്ന പാകിസ്ഥാനാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വവും പാകിസ്ഥാന് തന്നെയാണ്. എത്രയൊക്കെ കൈ കഴുകാൻ ശ്രമിച്ചാലും പാകിസ്ഥാൻ മണ്ണിൽ വിളഞ്ഞു വന്ന വിത്ത് തന്നെയാണ് ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എങ്ങനെ ഇത് സംഭവിച്ചു? ഇതിനുള്ള സൂചനകളൊന്നും നേരത്തെ ലഭിച്ചിരുന്നില്ലേ? ഇന്റലിജൻസിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും വീഴ്ച സംഭവിച്ചു എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്നലെ പരിശോധിച്ച് തുടങ്ങിയിരുന്നു. നേരത്തെ തന്നെ ഒരു ജാഗ്രത ഉണ്ടായിരുന്നു, അലേർട്ട് ഉണ്ടായിരുന്നു.
എന്നാൽ ഇതിനോട് ചേർത്ത് പറയേണ്ടതല്ല, എന്നിരുന്നാൽ പോലും ഞാൻ പറയുകയാണ്, ഇന്നലെ മറ്റൊരു വ്യാജ ബോംബ് ഭീഷണി RDX കേരള ഹൈക്കോടതിയിൽ വെച്ചിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത കൂടി ഇന്നലെ ഉച്ചയ്ക്ക് ശ്രദ്ധിക്കാനിടയായി. അപ്പോൾ അതിനിടയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ കളക്ടറേറ്റ്, അതുപോലെ പല ജില്ലകളിലെ കളക്ടറേറ്റുകളിൽ, അതുപോലെ RDO ഓഫീസുകളിലൊക്കെ തന്നെ ഈ അടുത്തായി നിരന്തരം ഈ വ്യാജ ഫോൺ കോളുകൾ വരുന്നുണ്ട്, ബോംബ് ഭീഷണി വരുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തന്നെ ഉള്ളതല്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള സംഭവങ്ങളും നിരന്തരമായി നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇതും കണ്ണുവെട്ടിക്കാനായി നടത്തുന്ന ശ്രമങ്ങളാണോ എന്നുള്ളൊരു സംശയം സ്വാഭാവികമായും ഉയർന്നു വരികയാണ്. എന്തായിരുന്നാലും ഇതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ, അതുകൂടാതെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇന്ത്യയിലുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നതിൽ ഇന്ത്യക്കാർ മാത്രമല്ല, വിനോദസഞ്ചാരികളായിട്ടുള്ള വിദേശികളുണ്ട്, ഇസ്രയേൽ പൗരന്മാരുണ്ട്, അതുപോലെ ഇറ്റലിക്കാരുണ്ട്, അതുപോലെ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. ഈ സംഭവം നടന്ന ഉടൻ തന്നെ അതിശക്തമായി ഈ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പം നിലകൊള്ളുന്നു, ഇന്ത്യയുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ഭീകരവാദത്തിനെതിരായി ഒന്നിച്ച് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും അതുപോലെ അർജന്റീനയും ഒക്കെ തന്നെ രംഗത്ത് വന്ന കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ത്യയുടെ ഈ ഒരു വേദന ഇതിൽ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ തന്നെ പങ്കുചേരുകയാണ്. ഇനി ഈ പറഞ്ഞതുപോലെ മതം നോക്കിയാണ് ഇങ്ങനെ തിരഞ്ഞു പിടിച്ചൊരു നീക്കം നടത്തിയത്. നിങ്ങൾ മുസ്ലിമാണോ ഹിന്ദുവാണോ, ഇങ്ങനെ ഒരു ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി കൂടി അവിടെ പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഒരു കാര്യം പറയട്ടെ, ഭീകരവാദികൾക്ക് ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഇല്ല. അവർക്ക് ഭീകരവാദമാണ് ഇന്ത്യയെ നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. അവർ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊരു ചോദ്യം വീട്ടുകാരോട് ഉന്നയിച്ചത്, വീട്ടുകാർ ഉറപ്പായും മോദിയോട് പറ എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഈ കാര്യം മാധ്യമങ്ങളോട് പറയുമെന്നും അധികാരികളെ അറിയിക്കുമെന്നും അറിയാം. ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾ ഈ കാര്യം കേൾക്കുമെന്നും 10 പേരെ കൊലപ്പെടുത്തി 100 കോടി ജനങ്ങൾക്കിടയിൽ ഒരു ഭയം വിതയ്ക്കാനും ഒരു വർഗീയ ചേരിതിരിവുണ്ടാക്കാനും സാധിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് ഇതിനിടയിലുണ്ട്. കാരണം ഇങ്ങനെ വരുമ്പോൾ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് രൂപപ്പെടുത്തിയെടുക്കാനായി സാധിക്കും. അതായത് ഈ പറയുന്ന മറ്റ് കശ്മീരിലുള്ള മറ്റ് ഇതര മതസ്ഥർക്ക് മുസ്ലിം സമുദായത്തോട് ഒരു വെറുപ്പ് ഉണ്ടാകുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരായിക്കോട്ടെ, കേരളത്തിലെ കാര്യം തന്നെ പറയാം, കേരളത്തിലുള്ള മറ്റ് ഹിന്ദു മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, മറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിക്കോട്ടെ, അവർക്കൊക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിനോടൊരു എതിർപ്പ് തോന്നുന്ന രീതിയിലോ അവരോട് വെറുപ്പ് തോന്നുന്ന രീതിയിലോ ഒക്കെയുള്ളൊരു നെറേറ്റീവ് സൃഷ്ടിക്കാനുള്ള മനഃപൂർവ്വമായൊരു ഗൂഢാലോചനയായിട്ടാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്. 100% ഉറപ്പായിട്ട് പറയുകയാണ്, ഭീകരവാദികൾക്ക് മതമല്ല വിഷയം. അവർക്ക് രാജ്യം കുട്ടിച്ചോറാക്കുക എന്നുള്ളതാണ് വിഷയം. അതിനുള്ള ഒരു സാമ്പിൾ ഡോസാണ് ഈ ഒരൊറ്റ വാക്യത്തിലൂടെ അവർ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവർക്ക് മുസ്ലിം സഹോദരങ്ങളെ കൊലപ്പെടുത്തുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇതുവരെയുള്ള ഭീകരാക്രമണങ്ങളിൽ ഒരു മുസ്ലിം സഹോദരനും കൊല്ലപ്പെട്ടിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മുംബൈ ഭീകരാക്രമണമൊക്കെ തന്നെ നടന്നു, നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു, അതിലൊന്നും തന്നെ മുസ്ലിം സഹോദരങ്ങൾ. ഒരു പാറ്റേൺ തന്നെയാണ് അവർ ഇവിടെയും തെരഞ്ഞെടുത്തത്. സാധാരണക്കാര്, അതായത് ഇന്ത്യക്ക് എവിടെ അടിച്ചു കഴിഞ്ഞാൽ വേദനിക്കും എന്നുള്ളത് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സമാനമായിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ്. പിന്നെ പുൽവാമയിലെ സൈനികർക്ക് നേരെ അറ്റാക്ക് ഉണ്ടായത്, ഇതും സാധാരണക്കാർക്ക് നേരെയാണ്. പിന്നെ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഇപ്പോൾ ഈ ഒരു ന്യൂസ് വരുമ്പോൾ അതിന് താഴെ വരുന്ന കമന്റുകളാണ്, തിരിച്ചടിക്കുമെന്നുള്ള ഒരു ഉറപ്പ് ഓരോ സാധാരണക്കാർക്കുണ്ട്. ഇത്രയും ദൂരെ ഇരുന്ന് ഇപ്പോൾ നമ്മൾ പോലും ആണെങ്കിലും സംസാരിക്കുന്നതിനിടയിൽ നമ്മൾ പറയും, ധൈര്യമുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ ആർമിയോട് ഏറ്റുമുട്ടട്ടെ എന്ന് നമ്മളടക്കം പറയുന്നുണ്ട്. അതായത് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട്, ഇന്ത്യ തീർച്ചയായിട്ടും തിരിച്ചടിക്കും, അതും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അവർക്ക് താങ്ങാനായിട്ട് സാധിക്കാത്ത രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, തികച്ചും ഭീരുക്കളാണ് ഈ ആക്രമണത്തിന് മുതിർന്നത്. കാരണം നേർക്ക് നേർ നിന്ന് പോരാടാൻ ശേഷിയില്ലാത്തതുകൊണ്ട്, കഴിവില്ലാത്തതുകൊണ്ട് തന്നെയാണ് മറഞ്ഞിരുന്നു കൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. സാധാരണ ജനങ്ങളെ, അതായത് എപ്പോഴും ഏറ്റുമുട്ടൽ ആരോട്, സമന്മാരോടായിരിക്കണമെന്നാണ് പറയുന്നത്. നമുക്ക് താഴെയുള്ളവരോട് ഏറ്റുമുട്ടിയിട്ട് നമുക്ക് അതിൽ നിന്നൊരു വിജയം കിട്ടിയെന്ന് പറയാൻ സാധിക്കത്തില്ല. കൈ നിറയെ ആയുധങ്ങളുമായി വന്ന് തോക്കുമേന്തി വന്ന് സാധാരണ ജനങ്ങളെ വെടിവെച്ച് കൊല്ലുന്നത് ഒരു വലിയ ആണത്തമോ അത് വലിയ ഒരു തീവ്രവാദമോ ഒന്നുമല്ല, അത് വെറും ഭീരുത്വം തന്നെയാണ്. അത് ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള ഒരു പ്രവണതയാണ്. അതുകൊണ്ട് ഇതിനുള്ള തിരിച്ചടി അതുറപ്പാണ്. അത് വളരെ വേഗത്തിൽ തന്നെ കിട്ടുമെന്നുള്ളത് ഈ പറയുന്ന 140 കോടി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ച വിഷയം, ഈ 140 കോടി ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇതിനുള്ളത് ഉറപ്പായും കിട്ടും.